അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പയ്യന്നൂരിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ കുറഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഇന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പരിസമാപ്തിയിലെത്തും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ചോദ്യങ്ങൾ, അത് പാർട്ടിക്കുള്ളിൽ ഉയർത്തിയ ചോദ്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്തുവെന്ന് പാർട്ടി പറയുന്നു. എന്നാൽ അതിന് തൃപ്തികരമായ തീരുമാനം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പറഞ്ഞു, മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. അത് പിന്നീട് വലിയ വിവാദമായി. ടി മധുസൂദനെതിരെയും ഒപ്പം ഈ പാർട്ടി ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അതേപോലെ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, ബാങ്കിന് ഭൂമി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, വ്യാജ രസീത്, 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഉന്നയിച്ചത്. അതിൽ പാർട്ടി എടുത്ത തീരുമാനത്തോട് തൃപ്തികരമായ നിലപാടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താകും. നമുക്കൊപ്പം ശ്രീ വി കുഞ്ഞികൃഷ്ണൻ തത്സമയം ചേരുന്നുണ്ട്. നമസ്കാരം കുഞ്ഞികൃഷ്ണേട്ടാ. നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ഇപ്പോഴും അങ്ങ് ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഇന്ന് ഔദ്യോഗികമായി താങ്കളെ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇന്നത്തെ ദിവസം റിപ്പബ്ലിക് ദിനം കൂടിയാണ്. അല്ല, അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്ത് നടപടി എന്നുള്ളത് ഞാൻ മുൻകൂട്ടി ധാരണയില്ല. എന്തായാലും എൻ്റെ പേരിൽ നടപടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം 50 വർഷക്കാലം ഈ പാർട്ടിക്കുള്ളിലുള്ള അനുഭവം എനിക്കുണ്ടല്ലോ. അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം പുറത്തു വന്നാൽ എന്നെ പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയേക്കാം എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്നത് മാത്രമേ ഉള്ളൂ. പ്രശ്നമൊന്നും എനിക്കില്ല. ഇതൊരു ഒറ്റയാൾ പോരാട്ടമായിട്ട് ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങയുടെ പേരിൽ ചില ഫ്ലെക്സുകൾ വരുന്നുണ്ട്. VSന്റെ പേര് കൂടി താങ്കളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇനിയും മുന്നോട്ട് എന്ന പേരിലൊരു ഫ്ലെക്സ് ഇപ്പോൾ വന്നു, ഞങ്ങളതിപ്പോൾ കാണിച്ചു. ഈ ഒറ്റയാൾ പോരാട്ടം യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഒറ്റയാൾ പോരാട്ടമല്ല. ഈ ഉന്നയിച്ച വിഷയത്തിൻ്റെ കൂടെ പയ്യന്നൂരിലെ നേതൃത്വത്തിൽ ആളുകളുണ്ട്. പയ്യന്നൂരിലെ പാർട്ടി സഖാക്കൾ വലിയ വിഭാഗം ഇതിൻ്റെ കൂടെയുണ്ട്. കാരണം രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ വെട്ടിക്കുന്നത് ഒരു രീതിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ കണക്കാക്കേണ്ടതില്ല. പക്ഷേ ഇത് എന്നെ പുറത്താക്കിയാൽ ഇത് മറ്റൊരു വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന രീതിയിലേക്ക് ഇന്നത്തെ പാർട്ടിയുടെ സെറ്റപ്പ് വെച്ചുകൊണ്ട് വരാൻ സാധ്യതയില്ല. താങ്കളെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതിൽ ഭൂരിപക്ഷമായിരുന്നു. ഒരാൾ പോലും താങ്കളെ പുറത്താക്കരുത് എന്ന് പറഞ്ഞില്ല എന്നാണ് അറിയുന്നത് സെക്രട്ടേറിയറ്റിൽ. അല്ല, ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ പാർട്ടി പരിഗണിക്കാറുണ്ടോ? എനിക്കൊരു സംശയം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എന്തുകൊണ്ടെന്നാൽ 2022 എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ജില്ലാ നേതൃത്വം തീരുമാനിച്ചു വന്നു. അന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ 21 അംഗങ്ങളിൽ 17 പേരും എന്നെ മാറ്റരുത് എന്ന് കൃത്യമായി അഭിപ്രായം പറഞ്ഞതാണ്. അന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞ മറുപടി, ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അംഗീകരിച്ച പാർട്ടിയാണ്, തീരുമാനമെടുക്കാനുള്ള അധികാരം മേൽഘടകങ്ങൾക്കുണ്ട്, അങ്ങനെ തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാനുള്ള ബാധ്യത കീഴ്ഘടകങ്ങൾക്കുള്ളതാണ്. അപ്പോൾ എവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായങ്ങൾക്ക് പ്രസക്തി? അപ്പോൾ ഇപ്പോൾ ഭൂരിപക്ഷം ഏകപക്ഷീയമായിട്ടാണ് തീരുമാനം, ഏകകണ്ഠമാണ് എന്നതൊന്നും പറയേണ്ടതില്ല. അപ്പോൾ തീരുമാനം എടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറില്ലായിരുന്നു 2022. ഓക്കെ, ഈ അങ്ങ് ഇത് തുറന്നു പറഞ്ഞ സമയമാണ് യഥാർത്ഥത്തിൽ വലിയ സംശയങ്ങൾക്ക് ഇട നൽകിയിരിക്കുന്നത് എന്ന് ചില നേതാക്കൾ പറയുന്നു. അങ്ങ് കഴിഞ്ഞ 8 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം, 8 മാസം അങ്ങ് പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നത്, ഒടുവിൽ അങ്ങയെ തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇക്കഴിഞ്ഞ
ധൻരാജ് രക്തസാക്ഷി ചടങ്ങിലും താങ്കൾ പങ്കെടുത്തിട്ടുണ്ട് ഇതേ ടി മധുസൂദനോടൊപ്പം. ഞാൻ ആ വാർത്ത വായിച്ചിരുന്നു, ആ വാർത്ത കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും പറയാതെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അങ്ങ് പറഞ്ഞത് നേരിട്ട് എൻ്റെ ചോദ്യം ഇതാണ്, ടി മധുസൂദനൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു എന്നതറിഞ്ഞപ്പോഴാണോ? ടി ഐ മധുസൂദനൻ സ്ഥാനാർത്ഥിയാകണോ വേണ്ടയോ എന്നതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. അതിൽ ജില്ലാ കമ്മിറ്റി മെമ്പർമാർക്ക് പോലും വലിയ പങ്കില്ല. അതിൻ്റെ രീതി അരുൺകുമാറിന് അറിയുമെന്ന് എനിക്കറിയില്ല. ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഏറ്റവും ആദ്യം ജില്ലയിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചാൽ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പരിഗണനയ്ക്ക് വിടും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിൽ വല്ല മാറ്റവും വരുത്തണമെങ്കിൽ വരുത്തി, അതല്ലെങ്കിൽ കൊടുത്ത ലിസ്റ്റ് അംഗീകരിച്ച് വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റിന് തിരിച്ചയക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് വീണ്ടും അത് ചർച്ച ചെയ്ത് അംഗീകരിച്ച് അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പ്രക്രിയ അതിന് മുമ്പ് തന്നെ, ജില്ലാ കമ്മിറ്റി യോഗത്തിന് മുമ്പ് തന്നെ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ തീരുമാനമെടുക്കുന്നത്. ടി ഐ മധുസൂദനനാണ് പയ്യന്നൂരിൽ നിന്നുള്ള ഏക സെക്രട്ടേറിയറ്റ് മെമ്പർ. അതുകൊണ്ട് തീരുമാനം എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഒക്കെ നല്ല ധാരണയുള്ള ഒരാളാണ് ഞാൻ. സ്ഥാനാർത്ഥി ആരാകുന്നു എന്നത് എനിക്കൊരു പ്രശ്നമല്ല. അതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, ഞാൻ നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. അല്ല, ഞാൻ അതിനോട് ഒന്ന് 2021 തെരഞ്ഞെടുപ്പ് ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഓക്കെ, ഈ ടി ഐ മധുസൂദന ആയിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ അങ്ങ് ഇത് പറയുമായിരുന്നോ ഈ സമയത്ത് എന്നതായിരുന്നു. അങ്ങേക്ക് മറുപടി പറയാം എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിന്. അല്ല, ടി ഐ മധുസൂദനാണ് സ്ഥാനാർത്ഥി എന്ന് ഇപ്പോഴും തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ ഒരു ഘടകത്തിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചർച്ചയ്ക്ക് എത്രയോ സമയമുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനു മുമ്പ് മാത്രമേ ആ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടതുള്ളൂ. ടി ഐ മധുസൂദനാണ് സ്ഥാനാർത്ഥിയായി വരിക എന്ന കാര്യം പാർട്ടി ഫോറത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊന്ന്, 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് വിവാദവുമായി ആണ് ഞാൻ പ്രശ്നം ആദ്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി പാർട്ടിക്കകത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ ജില്ലാ നേതൃത്വം എടുത്ത തീരുമാനം ഒരു കാരണം ഞാൻ അംഗീകരിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. എം വി ജയരാജനടക്കം ഞാൻ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ പിന്നെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്ത ഏരിയ കമ്മിറ്റിയിൽ തന്നെ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ല എന്നും ഇത് ശരിയായ തീരുമാനമല്ല എന്നും അതുകൊണ്ട് ഞാൻ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നും ആ ഏരിയ കമ്മിറ്റിയിൽ തന്നെ എൻ്റെ നിലപാട് വ്യക്തമാക്കി പിന്നീട് 5-8 മാസം പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നതാണ്. അംഗീകരിച്ചിരുന്നു ഞാനെങ്കിൽ പിന്നെ ഞാൻ മാറി നിൽക്കേണ്ട കാര്യം എന്തെന്ന്? അതുകൊണ്ട് അതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ കുഞ്ഞികൃഷ്ണേട്ടാ, പിന്നീട് അങ്ങ് തിരിച്ചു വന്നല്ലോ. പാർട്ടി നേതാക്കൾ തന്നെ ഇടപെട്ടാണ് അങ്ങേ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അങ്ങ് തിരിച്ചു വീണ്ടും പാർട്ടിയിൽ സജീവമാകാനുള്ള കാരണം എന്താണ്? അങ്ങ് ഉയർത്തിയ എതിർപ്പ് അവിടെ നിലനിൽക്കെ തന്നെ. ഒന്ന്, ഞാൻ 50 വർഷക്കാലം ഈ പ്രവർത്തിച്ച പാർട്ടിയാണിത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ഒരു ശരിയായ നിലപാടല്ല എന്ന് പലരും എന്നെ ഉപദേശിച്ചു. അപ്പോൾ അതുമാത്രമല്ല, ഇത് നമുക്ക് പ്രശ്നം പരിഹരിക്കാവുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും ചില കോണുകളിൽ ഉണ്ടായി. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷെ പിന്നീടും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല എന്നാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങ് ഇത് തുറന്നു പറയുമ്പോൾ അത് പാർട്ടി വിരുദ്ധർക്ക്
പാർട്ടി എതിർക്കുന്നവരുടെ കയ്യിൽ ഒരു ആയുധമായി മാറുകയില്ലേ? അവർ ഉപയോഗിച്ച വാക്ക് കോടാലിക്കൈ എന്നുള്ളതാണ്. അത്തരം പദപ്രയോഗങ്ങൾ അങ്ങേക്കറിയാമല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പാർട്ടിയിലെ സഖാക്കൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അങ്ങ് ഇപ്പോഴും പാർട്ടിയിൽ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായി. പക്ഷേ ഈ സാഹചര്യത്തിൽ അങ്ങ് യഥാർത്ഥത്തിൽ പാർട്ടി വിരുദ്ധരായിട്ടുള്ളവർക്ക്, പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന വലതുപക്ഷ ശക്തികൾക്ക് അങ്ങ് ഒരു ആയുധമായി തീർന്നുവെന്ന് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഞാൻ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചതിനെ സംബന്ധിച്ച് അരുൺകുമാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിലെ സംഭവങ്ങളാണ്. 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കഴിഞ്ഞ 5 വർഷവും ഞാൻ പാർട്ടിക്കകത്ത് ഈ പ്രശ്നമുയർത്തി പോരാട്ടം നടത്തിയതാണ്. 2026 തെരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞതിന് ശേഷം 2021 തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം ഉയർത്തുന്നത് ശരിയല്ല എന്നെല്ലാവരും പറയും. കാരണം അത് കഴിഞ്ഞ അധ്യായമാണ്. അയാൾ MLA അല്ലാതായി 2026 ആകുമ്പോൾ. അപ്പോൾ പിന്നീട് അത് ചർച്ച ചെയ്യുന്ന വിഷയം ഉണ്ടാകില്ല. അതുകൊണ്ട് 2026 ശേഷവും അത് ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല എന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിഷയം ഉന്നയിക്കണം എന്ന് തീരുമാനിച്ചത്. അത് നേരത്തെ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങയെക്കുറിച്ച് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു പരത്തുന്ന കാര്യം, സോഷ്യൽ മീഡിയയിലെ അറ്റാക്ക് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് അങ്ങ് പറയുന്നു, അതിലേക്കൊരു ചില്ലി കാശ് പോലും അങ്ങ് കൊടുത്തിരുന്നില്ല. 2, 50 വർഷം പാർട്ടിയിലിരിക്കുമ്പോഴും പാർട്ടിയുടെ പദവിയിലിരിക്കുമ്പോഴും അങ്ങയ്ക്ക് പാർട്ടി സെക്രട്ടറിയായി അല്ലെങ്കിൽ സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ തുടരുമ്പോഴും അങ്ങേ ഒരൊറ്റ കേസിൽ പോലും അങ്ങയുടെ പേര് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ആ അർത്ഥത്തിൽ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ മറ്റുള്ളവരെ പോലെ സജീവമായിരുന്നില്ല എന്ന ധ്വനി പലരും നൽകുന്നുണ്ട്. സംഘടനാപരമായ ചില പ്രവർത്തനങ്ങളിൽ പെടുമ്പോൾ സ്വാഭാവികമായും കേസുകൾ പോലും ഉണ്ടാകുമല്ലോ. അങ്ങയുടെ പേരിൽ ഒരു കേസ് പോലുമില്ല, അങ്ങ് ധനരാജ് രക്തസാക്ഷി ഫണ്ടിന് പണം കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ഈ പാർട്ടിയുടെ നേതാക്കൾ വരെ നട്ടാൽ മുളക്കാത്ത നുണകൾ പറയുന്ന കാലത്ത് ഈ സൈബർ യുഗത്തിൽ ഇതുപോലുള്ള പ്രചരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ധനരാജ് രക്തസാക്ഷി ഫണ്ടിന് ഞാൻ പണം കൊടുത്തില്ല എന്ന് ആർക്കാണ് തെളിയിക്കാൻ സാധിക്കുക? തെളിയിക്കട്ടെ. ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഏരിയ കമ്മിറ്റിയിലാണ് ആ പണം കൊടുക്കുന്നത്. ഏരിയ കമ്മിറ്റിയിൽ അതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയൊരു കളവ് ഈ സൈബർ പോരാളികൾ എന്ന രീതിയിലൊക്കെ പറയാൻ സാധിക്കുന്നത്? ഇവർ മാത്രമല്ല, ഡോക്ടർ അരുൺകുമാറിനെ കുറിച്ച് എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ അരുൺകുമാറിനെ കണ്ടിരുന്നത്. മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടി പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ചില വിഷയങ്ങൾ വരുമ്പോൾ കൃത്യമായി ഇരുന്ന് കാണാറുണ്ട്. ഇന്നലെ അരുൺകുമാറിൻ്റെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയുടെ ക്ലിപ്പിങ് ഇന്ന് കാലത്തെനക്കൊരാൾ അയച്ചു തന്നു. ഞാനത് കേട്ടതിന് ശേഷമാണ് ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നത്. എനിക്കെതിരെ വ്യക്തിപരമായി ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് പയ്യന്നൂരിൽ ഈ സൈബർ പോരാളികൾക്കിടയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതെ, അത് ഏറ്റുപിടിച്ച് അരുൺകുമാർ തന്നെ പറയുന്ന ഒരു അവസ്ഥ ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ ആ സമയത്ത് ഞാൻ ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിലായിരുന്നു. അതെ 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 ഏഷ്യാനെറ്റിന്റെ ചർച്ചയിലായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ രാധാകൃഷ്ണൻ പട്ടാനൂർ, ദേശാഭിമാനിയുടെ പഴയ മാധ്യമപ്രവർത്തകൻ രാധാകൃഷ്ണൻ പട്ടാനൂർ ഇതേ ആരോപണം ആ ചർച്ചയിൽ ഉന്നയിച്ചു. അതിന് കൃത്യമായ മറുപടി ഞാൻ അവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ ഈ സഹകരണ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പറശ്ശിനിക്കടവിലെ കണ്ണൂർ ICMൽ നിരവധി വർഷക്കാലം ഈ സർവീസ് മാറ്റർ സംബന്ധിച്ച് ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അരുൺകുമാർ സൂചിപ്പിച്ചു. എനിക്ക് നല്ല ധാരണയുണ്ട്. ഞാൻ 2010 ഫെബ്രുവരി 28 റിട്ടയർ ചെയ്തു.
മെയ് മാസത്തിലാണ് ഗ്രാറ്റുവിറ്റി നിയമത്തിൽ ഭേദഗതി വരുന്നത്. നിങ്ങൾ പറഞ്ഞ സംഖ്യ ഒന്നുമല്ല കണക്ക് കിട്ടാ. 2010 3.5 ലക്ഷമാണ് പരമാവധി ഗ്രാറ്റുവിറ്റി. അതെ. 2010 മെയ് മാസത്തെ അമെൻമെൻറ്റ് അത് 10 ലക്ഷമായിട്ടാണ് ഉയർത്തുന്നത്. പിന്നീടത് 20 ലക്ഷമായി ഉയർത്തി. അതാണ് ഗ്രാറ്റുവിറ്റിയുടെ അവസ്ഥ. 3.5 ലക്ഷം മാത്രമേ കിട്ടൂ എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. പിന്നെ ഞാനെന്തിനാ 10 ലക്ഷം ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല, ഗ്രാറ്റുവിറ്റി ഇൻഷുറൻസിൽ ചേർന്ന സ്ഥാപനമാണ് റൂറൽ ബാങ്ക്. ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ആ ഗ്രാറ്റുവിറ്റി ഇൻഷുറൻസിൽ നിന്ന് തുക വാങ്ങുന്നത്, ക്ലെയിം ചെയ്ത് തുക വാങ്ങുന്നത് ഞാൻ സെക്രട്ടറി ആയിരിക്കെ തന്നെയാണ്, റിട്ടയർ ചെയ്തതിന് ശേഷം അല്ല. 3.5 ലക്ഷം മാത്രമേ ഇൻഷുറൻസിൽ നിന്ന് തുക വാങ്ങിയിട്ടുള്ളൂ. ആ 3.5 ലക്ഷം മാത്രമേ ഞാൻ കൈപ്പറ്റിയിട്ടുള്ളൂ. ഹൈക്കോടതിയിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് LICയിൽ നിന്ന് കൂടുതൽ തുക കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ജീവനക്കാരന് നൽകണം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ മുഴുവൻ വിധിയും. അപ്പം ഞാൻ LICയിൽ നിന്ന് സെക്രട്ടറി എന്ന രീതിയിൽ ഞാനാണ് ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നത്. 3.5 ലക്ഷത്തിൽ കൂടുതൽ ക്ലെയിം പെറ്റീഷൻ കൊടുത്തിട്ടില്ല, 3.5 ലക്ഷത്തിൽ കൂടുതൽ LIC തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കോടതിയിൽ പോകാൻ സാധിക്കില്ല എന്ന ബോധ്യവും എനിക്കുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഞാൻ ഇങ്ങനെ എനിക്ക് കൂടുതൽ തരണമെന്ന് ആരോടെങ്കിലും ആവശ്യപ്പെട്ടതിന് ഒരു രേഖ ഹാജരാക്കാൻ സാധിക്കുമോ? ഹൈക്കോടതിയിൽ പോയാൽ അതിനൊരു കേസ് നമ്പർ ഉണ്ടാകില്ലേ? ആ കേസിൻ്റെ മേലെ വിധി ഉണ്ടാകില്ലേ? ആ കേസ് നമ്പറോ വിധിയോ ഹാജരാക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഏത് രീതിയിലുള്ള പ്രചരണവും വ്യക്തിഹത്യ നടത്താൻ ഉയർത്തിക്കൊണ്ടുവരാം എന്നതാണ്. ഇന്നലെ രാധാകൃഷ്ണൻ പട്ടാനൂർ പറഞ്ഞു, ഈ റിട്ടയർ ചെയ്യുമ്പോൾ 300 ദിവസത്തെ ലീവ് ഞാൻ സറണ്ടർ ചെയ്തിരുന്നു, 8.5 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു എന്ന് ഇന്നലെ ചർച്ചയിൽ പറയുകയുണ്ടായി. എത്ര ദിവസം എന്നുള്ളത് അവർ കണക്ക് നോക്കട്ടെ. എനിക്ക് ഇപ്പോൾ ദിവസത്തിൻ്റെ ഓർമ്മയില്ല. ഇനി സാങ്കല്പികമായി 300 ദിവസം തന്നെ കണക്കാക്കുക. 300 ദിവസം എന്ന് പറഞ്ഞാൽ 10 മാസമല്ലേ അരുൺകുമാർ വരിക? അതെ. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ ശമ്പളം സെക്രട്ടറിയായി 37 കൊല്ലത്തിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ ശമ്പളം 44,000 രൂപയാണ്. മൊത്തം ശമ്പളം 44,000 രൂപ ഇൻറ്റു 10 മാസം എന്ന് പറഞ്ഞാൽ എത്രയാ? 4,40,000 രൂപ. എങ്ങനെ 8.5 ലക്ഷം രൂപ ഞാൻ ലീവ് സറണ്ടർ വാങ്ങിയെന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറയാൻ സാധിക്കുന്നത്? എന്ത് കളവും. പിന്നെ ഞാൻ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുവല്ലോ. ഇന്നേ വരെ ഒരു നയാ പൈസയുടെ നിക്ഷേപം ഷെയർ മാർക്കറ്റിലോ മറ്റെവിടെയുമോ സഹകരണ ബാങ്കുകളിലല്ലാതെ വേറെ എവിടെയും, കാരണം ഞാൻ ഈ 37 വർഷക്കാലം ജോലി ചെയ്തത് സഹകരണ മേഖലയിലാണ്. ഓക്കെ. ആ സഹകരണ സ്ഥാപനങ്ങളിലല്ലാതെ മറ്റൊരു സ്ഥലത്തും എൻ്റെ കയ്യിലുള്ള നിക്ഷേപം ഞാൻ വിനിയോഗിച്ചിട്ടില്ല. ഷെയർ മാർക്കറ്റ് മാത്രമല്ല, ഈ വാണിജ്യ ബാങ്കുകളിൽ പോലും ദേശസാൽകൃത ബാങ്കുകളിൽ പോലും ഞാൻ നിക്ഷേപിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ എങ്ങനെ പറയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയില്ല. ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ വ്യക്തിഹത്യ നടത്താൻ എന്ത് കളവും പറയുക എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും വലുത് വരുമോ എന്ന് പറയാൻ സാധിക്കില്ല. എന്ത് ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചാലും അതിന് മറുപടി പറയാൻ ഞാൻ സന്നദ്ധനാണ്. എനിക്കൊരു ഭയവുമില്ല. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. എനിക്ക് ഭയമുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് വിരുദ്ധമായി അതാണ്. അതിൽ ചില സഖാക്കൾ ചോദിക്കുന്നൊരു ചോദ്യം, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങൾ യോജിക്കുമ്പോഴും പാർട്ടി ഒരു തീരുമാനമെടുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നൊരു തീരുമാനമെടുക്കുന്ന ഒരു നേതാവിനെ എങ്ങനെയായിട്ട് കമ്മ്യൂണിസ്റ്റായിട്ട് കാണാൻ കഴിയുക എന്ന ചോദ്യമാണ് പയ്യന്നൂരിലെ ചില സഖാക്കൾ ചോദിക്കുന്നത്. അവർക്ക് അങ്ങ് പറഞ്ഞ അഭിപ്രായങ്ങൾ അങ്ങ് രേഖപ്പെടുത്തിയതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതൊക്കെ വസ്തുതാപരമായിരുന്നു. ചിലത് പാർട്ടി വിശദീകരണം നൽകാൻ ശ്രമിച്ചു, ചിലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൺട്രോൾ കമ്മീഷനെ വെച്ചുകൊണ്ട് പാർട്ടി അതിനൊരു ന്യായീകരണം കണ്ടെത്തി. അത് അങ്ങ് അടക്കമുള്ളവർ അംഗീകരിച്ചു എന്നവർ പറയുന്നു. എനിക്കതിൻ്റെ നിജസ്ഥിതി അറിയില്ല. അവർ പറയുന്ന ഒരു കാര്യം,
അങ്ങ് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു തയ്യാറാക്കുമ്പോൾ കൺട്രോൾ കമ്മീഷനും ഒബ്ജക്ഷൻ രേഖപ്പെടുത്തിയില്ല എന്ന് ചിലർ പറഞ്ഞതായിട്ട് കേട്ടു. അതിന്റെ വസ്തുത എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ചർച്ചയിലും അത് പറഞ്ഞു. അതിങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. ഇതെല്ലാം മറ്റുള്ള ആളുകൾ പറഞ്ഞുള്ള അറിവ് മാത്രമല്ലേ നമുക്കുള്ളൂ. അങ്ങേക്ക് വ്യക്തിപരമായ മധുസൂദനോടുള്ള ഒരു ബുദ്ധിമുട്ട് അത് രാഷ്ട്രീയമായി പരിണമിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ചിലർ അങ്ങനെയല്ല. അങ്ങ് പറഞ്ഞതിൽ വസ്തുതയുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പോൾ പറയാൻ പാടില്ലായിരുന്നു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ട് അങ്ങേക്ക് എങ്ങനെയാണ് പാർട്ടിയെ രക്ഷിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഈ വ്യക്തിപരമായ വിരോധം എന്നതൊക്കെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇന്നേ വരെ പാർട്ടി കമ്മിറ്റിയിൽ എൻ്റെ നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എങ്കിൽ അത് ഉന്നയിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് നേതാക്കന്മാരുടെ പ്രവർത്തകന്മാരുടെ പേരിൽ തെറ്റായ നിലപാടുകളുണ്ട് എങ്കിൽ അത് ഉന്നയിച്ച് ചർച്ച ചെയ്ത് തിരുത്തിക്കുക എന്നതാണ്. അങ്ങനെ ഒരു സമീപനം ഈ കാലം അത്രയുമായും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, 2022 ഈ ഫണ്ട് വിവാദം വന്നപ്പോൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ ടി.ഐ. മധുസൂദനൻ ഒരു അഭിമുഖം കൊടുത്തു. അവർക്ക് മാത്രമേ ആ അഭിമുഖം കൊടുത്തിരുന്നുള്ളൂ. അതിൽ ടി.ഐ. മധുസൂദനൻ പറഞ്ഞത് ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട് എന്നാണ്. ഈ അഭിമുഖം കൊടുക്കുമ്പോൾ അയാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ അയാൾക്ക് ശത്രുക്കളുണ്ട് എന്ന അഭിപ്രായം അയാൾക്കുണ്ട് എങ്കിൽ അത് കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് ശത്രുത? ആ ശത്രുത എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണോ? എങ്ങനെ അത് പരിഹരിക്കാൻ സാധിക്കും? അത് കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്താലല്ലേ മാറ്റം വരുത്താൻ സാധിക്കൂ. ഇന്നേ വരെ അങ്ങനെ ഒരു വിഷയം പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇനി ഓഡിറ്റുമായി ബന്ധപ്പെട്ട വിഷയം, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ മാത്രമാണ് പാർട്ടി മണ്ഡലം സെൻറ്റർ എന്നെ തീരുമാനിച്ചത് ഓഡിറ്ററായി. മറ്റ് കെട്ടിട നിർമ്മാണ ഫണ്ടും ധനരാജ് ഫണ്ടും ഓഡിറ്റ് ചെയ്യാൻ എന്നെ തീരുമാനിച്ചിട്ടില്ല. അതിന് മറ്റ് ചിലർ തീരുമാനിച്ചു. പക്ഷേ ആ കണക്ക് ഞാൻ പരിശോധിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇത് മുമ്പെപ്പോൾ നടന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ ഏരിയ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ നടക്കുന്ന സമ്മേളനത്തിലാണ് ഈ കണക്കുകൾ അവതരിപ്പിക്കേണ്ടത്, പറയേണ്ടത്. ഞാനാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ ആ കണക്കിനെക്കുറിച്ച് എനിക്ക് വ്യക്തത ഇല്ലാതെ സമ്മേളനത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ 2 കണക്കുകളെക്കുറിച്ചും ഞാൻ കൃത്യമായി പരിശോധിച്ചു. ആ പരിശോധനയിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വാക്കാലും രേഖാമൂലവും പെടുത്തി. വാക്കാൽ മാത്രമല്ല, വാക്കാൽപ്പെടുത്തി, രേഖാമൂലപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി നിരവധി ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തപ്പോഴെല്ലാം ഈ കാര്യങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നിട്ടൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങ് അതിനോട് യോജിക്കുമെന്നാണ് അവർ കരുതിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അങ്ങ് വിയോജിപ്പുകൾ പാർട്ടിക്കുള്ളിൽ പറയുമ്പോഴും പാർട്ടിക്ക് പുറത്തു പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയാൽ പിന്നെ എങ്ങനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നതാണ് അവർ ചോദിക്കുന്നത്. അല്ല അരുൺകുമാർ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അതെ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഘടനാ തത്വം അതുപോലെ തന്നെ മൂല്യബോധവും ഒക്കെ ഉള്ളതല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ബംഗാളിലെ പാർട്ടി എങ്ങനെയാണ് തകർന്നത്? ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥ കേരളത്തിലെ പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് എൻ്റെ ആഗ്രഹം. പാർട്ടിക്കുള്ളിൽ പറഞ്ഞു നടക്കുന്നില്ലെങ്കിൽ ജനങ്ങളോട് പറയുക, ഇത് എൻ്റെ ഒരു നിലപാടല്ല. എന്റെ ചോദ്യം ഇതാണ് കുഞ്ഞികൃഷ്ണൻ, 3 തവണ പാർട്ടി പറഞ്ഞതിനോട് ഒരു മിനിറ്റ് 3 തവണ തെറ്റുതിരുത്തൽ രേഖ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് കീഴേ തലം വരെ റിപ്പോർട്ട് ചെയ്ത് ചർച്ചയ്ക്ക് വിധേയമാക്കി. ആ 3 തെറ്റുതിരുത്തൽ രേഖയിലും പാർട്ടി പറഞ്ഞത് നേതൃത്വം തെറ്റ് ചെയ്യുമ്പോൾ പാർട്ടി മെമ്പർമാർ ജാഗ്രതയോടെ അത് നോക്കിക്കാണണമെന്നും തിരുത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുമാണ്. ആ നിലപാടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ
പാർട്ടി പറയുന്ന കാര്യങ്ങളല്ലാതെ എനിക്കുള്ള വിയോജിപ്പ് താഴെ പാർട്ടി അണികളോട് പറയാൻ സാധിക്കില്ല, ഈ പാർട്ടി ചട്ടക്കൂടനുസരിച്ച്. അതുകൊണ്ട് ഈ പാർട്ടിയെ തിരുത്തിക്കാൻ ജനങ്ങളോട് പറയുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, എങ്ങനെയൊക്കെ പോയി. ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞ ഈ ജനങ്ങൾ എന്ന് പറയുന്നതിൽ അതിന് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് പാർട്ടിയുടെ ശത്രുക്കളായി നിൽക്കുന്ന, പാർട്ടിയുടെ വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കില്ലേ? വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ കുഞ്ഞികൃഷ്ണേട്ടൻ്റെ പേരിൽ പാർട്ടി ആക്രമിക്കില്ലേ? തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പാർട്ടി ആക്രമിച്ച് പാർട്ടിയിൽ ഇപ്പോഴുള്ള അണികളുടെ ആത്മവിശ്വാസത്തെ ചോർത്തില്ലേ? പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായവരും പാർട്ടിക്ക് വേണ്ടി കേസുകളിൽപ്പെട്ടവരും കുഞ്ഞികൃഷ്ണേട്ടൻ പറയുന്നത് വസ്തുതയാണെങ്കിലും അതൊരു പാർട്ടി സംഘടനാ രീതിയല്ല എന്ന ബോധ്യത്തിൽ ഉറച്ചു നിന്ന് പക്ഷേ അവർക്കൊടുവിൽ നിരാശപ്പെടേണ്ടി വരില്ലേ? അതിന് അവസരമുണ്ടാക്കിയത് പാർട്ടി നേതൃത്വമാണ്. സത്യസന്ധമായി കാര്യങ്ങൾ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് പാർട്ടി. ഞാൻ ഒരു ഉദാഹരണം പറയാം. EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, സംസ്ഥാന കമ്മിറ്റിയുടെ കണക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവ് 2000 രൂപയുടെ ചെക്ക് മാറി അത് കണക്കിൽ വന്നില്ല. ആ സഖാവിനെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ് ഈ പാർട്ടി. ഇന്ന് നേതൃത്വം പറയുന്ന എന്താണെന്നറിയോ? നിരവധി വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു നേതാവ് വളർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നേതാവിനെതിരെ എന്തെങ്കിലും ആരോപണത്തിൻ്റെ, ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമ്പോൾ അത് വളരെ വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നതാണ് പാർട്ടി സമ്മേളനത്തിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടിയായി നേതൃത്വം പറഞ്ഞത്. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഏത് നേതാവ് തെറ്റ് ചെയ്താലും നടപടിയെടുക്കാൻ കഴിയില്ല എന്ന സൂചനയാണ്. നേതാക്കന്മാർക്ക് എന്ത് തെറ്റും ചെയ്യാം എന്നതിൻ്റെ ഒരു ചിറ്റ് നൽകുന്നതാണ്, ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് ഈ ഒരു വിശദീകരണം. അങ്ങനെ പോയാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാകും. ഇപ്പൊ തന്നെ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞികൃഷ്ണൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വിശദമായി സംസാരിക്കാം. മറ്റൊരു ഘട്ടത്തിൽ മുഖതാവിൽ സംസാരിക്കാം. കുഞ്ഞികൃഷ്ണൻ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അങ്ങ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താവും. സാങ്കേതികമായി പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നു എന്നതിനും അപ്പുറം അരനൂറ്റാണ്ട് കാലം പാർട്ടിക്ക് പുറത്ത് നിൽക്കുക എന്നുള്ളത് അങ്ങ് ചിന്തിച്ചിട്ടില്ലല്ലോ. പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു ചോദനകൾ ഉണ്ടാവും, മറ്റ് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് അങ്ങ് നേരിടുക? ഒരേ സമയം രാഷ്ട്രീയ പ്രലോഭനങ്ങളും ഉണ്ടാകുമല്ലോ. എനിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചരണമുണ്ട് ഇവിടെ. ഞാൻ BJP-യിലേക്ക് പോകും, ഞാൻ കോൺഗ്രസ്സിലേക്ക് പോകും. ചില ഈ നവമാധ്യമത്തിൽ ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിനൊക്കെ ഞാൻ മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകാൻ തയ്യാറല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ, ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. എന്തെങ്കിലും സ്ഥാനമോഹങ്ങൾ ആഗ്രഹിച്ച് വന്ന ഒരാളല്ല ഞാൻ. ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും ഇതേവരെ മത്സരിച്ചിട്ടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും. അതുകൊണ്ട് ഞാൻ എവിടെയും പോകില്ല. ഞാൻ ഇതേ രീതിയിൽ നിലനിൽക്കും. പ്രചരണത്തിന് ഇറങ്ങുമോ? നൂറ്റാണ്ട് കാലം പാർട്ടിക്കൊപ്പം നിന്ന് ആ പാർട്ടിക്ക് വേണ്ടി? അതെല്ലാം അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും മൂന്നാമതൊരു പിണറായി സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വരണം എന്ന് കുഞ്ഞികൃഷ്ണൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ? അങ്ങനെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ കേരളം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പങ്കാണ് വളരെ പ്രധാനം. ഇന്ന് കേരളം ഒരു ക്ഷേമ സംസ്ഥാനമായി മാറിയത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോഴും ഞാൻ. പക്ഷേ തെറ്റിനെ മൂടി വെച്ചുകൊണ്ട്, മനസ്സിലായി, തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കുഞ്ഞികൃഷ്ണനെ ആരെങ്കിലും മുതിർന്ന നേതാക്കൾ ഫോണിൽ വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഒന്നുമില്ല. മറ്റു പാർട്ടികളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ?
ഇല്ല. കാരണം അവർക്കുള്ള സന്ദേശം ഞാൻ മാധ്യമങ്ങൾ വഴി കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങേ ആരും സമീപിക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ. അവർക്ക് വേണ്ടി അങ്ങ് സംസാരിക്കില്ല, പാർട്ടിക്ക് വേണ്ടിയേ സംസാരിക്കൂ, ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി. പക്ഷേ അങ്ങയെ ഈ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ഉപയോഗിക്കുമ്പോൾ അതിലൊരു സങ്കടം അങ്ങേക്കുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പാർട്ടിക്കെതിരെ അങ്ങയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വെട്ടാൻ ശ്രമിക്കുന്നത്. അല്ല, ഇങ്ങനെ തുറന്ന് പറയേണ്ടി വന്നത് സങ്കടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇത് തുറന്നു പറയുക എന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. അതിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനും അപ്പുറമുള്ള ബോംബുകൾ എന്തെങ്കിലും പുസ്തകത്തിലുണ്ടോ? പ്രവർത്തിച്ച ഒരു പാർട്ടി, ആ പാർട്ടി അല്ല, പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിൻ്റെ ഒക്കെ വിശദാംശങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും സഖാവായി തുടർന്നു ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം അല്ലേ കുഞ്ഞികൃഷ്ണേട്ടാ? ലാൽ സലാം. താങ്ക് യു പ്രിയപ്പെട്ടവരെ. ഇതാണ് കുഞ്ഞികൃഷ്ണേട്ടൻ. വളരെ നിങ്ങൾക്കറിയാമല്ലോ, കണ്ണൂരിലെ പാർട്ടിയിലെ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അണികളാളും സംസാരിക്കുന്ന സമയത്ത് എത്ര തെളിമയോട് കൂടിയാണ് കാര്യങ്ങൾ പറയുക. വിയോജിപ്പുകൾ ഉണ്ടാവും, സ്വാഭാവികമായും ആ വിയോജിപ്പുകൾ പാർട്ടിയിൽ അവതരിപ്പിക്കപ്പെടും. അതിന് ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹം മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനോ മറ്റേതെങ്കിലും ആശയത്തിൽ ആകർഷണമായി പോകാനോ അല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അത് അദ്ദേഹം വിശദീകരിച്ചു. ആ വിശദീകരണത്തിൽ തൃപ്തരായവരുണ്ടാവാം, തൃപ്തരല്ലാത്തവരുണ്ടാവാം. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിക്കുള്ളിലെ ഫണ്ട്, ആ ഫണ്ട് എങ്ങനെയാണ് മാറിയത്, അതിൽ ആരൊക്കെയാണ് അതിന് പിന്നിലുള്ളത്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ഇനിയിപ്പോൾ പുസ്തകം വരാൻ